ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അവിടെ വന്നിട്ടുള്ളത് വൈകുന്നേരം ചായക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എപ്പോഴും വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. ഇതിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ഉരുളക്കിഴങ്ങാണ്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഇതിനു പകരം അവിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിൽ ഒരൽപ്പം ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ചിട്ട് ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും മുഴുവനായിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലും ഇത് ഫ്രൈ ചെയ്യാം. ഹൈ ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വേവിച്ചതാണ്. അതുകൊണ്ട് അധിക സമയമൊന്നും വേണ്ട കുക്കാകാൻ. ഇതിവിടെ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചെറിയ ബോൾസ് മതിയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വലിപ്പം കുറച്ചാക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് സോഫ്റ്റും ആയിട്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്